ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മൾ 2 ദിവസം യൂസ് ചെയ്യുമ്പോൾ ആയിക്കോളൂ. നമ്മൾ കേസസ് സെലക്ട് ചെയ്ത് നമ്മൾ ഡാഷ്ബോർഡ് വരും. ഡാഷ്ബോർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ പഴയ ആ ഡാഷ്ബോർഡിൻ്റെ ഇതെല്ലാം ഡാസ്, STB, കസ്റ്റമേഴ്സ് ഇതെല്ലാം പഴയതിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇത് തന്നെയാണ്. ഡാസ് നമുക്ക് മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. STB നമുക്ക് ഫുൾ സ്റ്റോക്ക് ചെയ്യാനോ റീപ്ലേസ്മെൻറ്റൊക്കെ ഇതിൽ ചെയ്യാം. കസ്റ്റമർ, ലിസ്റ്റ് ഓഫ് കസ്റ്റമർ, ക്രിയേറ്റീവ് കസ്റ്റമർ, അതൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ ബോക്സ് എടുക്കാമെന്നുള്ള 2 വിധമുണ്ട്. ഒന്ന് നമുക്ക് CRF വെച്ചിട്ട് എടുക്കാം. CRF എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ എന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോക്സ് ഏതാണ്, ആർക്ക് കൊടുത്തേക്കുന്ന ഏതെന്നൊക്കെ പറയാൻ പറ്റും. അത് നമുക്ക് ഡീആക്റ്റീവ് ചെയ്യാം, റീആക്ടിവേഷൻ കൊടുക്കാം, ആഡ് സർവീസ് കൊടുക്കാം, എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. അല്ല നമുക്കിനി ഇതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ കൊടുത്ത് നമുക്ക് ബോക്സ് എടുക്കാൻ പറ്റും. ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന സർവീസുകളാണ് ഈ പച്ച ആക്റ്റീവ് സർവീസുകളാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. നമുക്ക് ആഡ് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് വന്നിട്ട് ഈ ഇതിൽ നമുക്ക് ആഡ് സർവീസ് ഉണ്ട്. ഏത് ചാനലാണോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് എടുത്തിട്ട് നമ്മൾ താഴെ വന്നിട്ട് ആക്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതി. സർവീസ് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 2 ദിവസം ചെറിയൊരു പ്രശ്നം തോന്നും.